നൌഗാം പോലീസ് സ്റ്റേഷൻ സ്ഫോടനത്തിൽ പരിസരത്തുള്ള നിരവധി വീടുകൾ തകർന്നു. ആ പ്രദേശത്തേക്ക് ആരെയും പോലീസ് കടത്തിവിടുന്നില്ല. 60-ലധികം വീടുകൾ തകർന്നു എന്നാണ് പ്രദേശവാസികൾ റിപ്പോർട്ടിനോട് പറഞ്ഞത്. സ്ഫോടനം നടന്ന നൌഗാമിലെ പോലീസ് സ്റ്റേഷൻ പരിസരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് കാണുന്ന ഈ മതിലിന് കുറച്ചപ്പുറത്താണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അവിടേക്ക് പ്രവേശനമില്ല. അവിടെ സൈന്യം ആ പ്രദേശത്താകെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ഈ സ്ഫോടനം സംബന്ധിച്ചുള്ള അന്വേഷണവും പരിശോധനയും ഒക്കെ തന്നെ ആ മേഖലയിൽ തുടരുകയാണ്. ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഈ നൌഗാം പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള നിരവധി വീടുകൾക്ക് കൂടി കേടുകൾ പറ്റിയിട്ടുണ്ട്. വീടുകളുടെ ചുമര് ഇടിഞ്ഞുപോയിട്ടുണ്ട്, കണ്ണാടികൾ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ നിരവധി വീടുകൾക്ക് കേടുപറ്റി. ഈ പ്രദേശത്ത് 3 പേർ കൂടി ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ പ്രദേശത്ത് താമസിക്കുന്ന അബ്ദുൾ ഉണ്ട്. कितना नुकसान होगा आपका घर डैमेज हुआ ना? पर्सनली मेरा नहीं है, उधर बहुत से घर है पूरा एरिया में। पूरे जो नज़दीक है थाने के, ये पुलिस स्टेशन के नज़दीक जो मकान है वो तो पूरे डैमेज है। और उसके आगे आगे जो जहाँ जाएंगे वहाँ शीशे टूटे हैं, किसी की दीवार निकली है। मेरे घर में भी दीवार निकली है, एक ऊपर की जो एटिक के नीचे होती है दीवार, वो थोड़ा 6-7 इंच बाहर निकली है। और उस साइड जो थाने के साइड है उधर तो पूरा लॉस है, डैमेज है। किसी को इंजोर्ड छोटे शीशे आ गए। जो रात उस टाइम सोए थे ना लोग, उस टाइम सोने का टाइम था, सो गए थे कुछ लोग, तो जो खिड़कियों के शीशे थे उन पर आके गिरे। वार्डरोब निकल गए लोगों के, जो दीवारों में बंद होते हैं। कितना घर का नुकसान है? घर का नुकसान तो लगभग 60-70 मकाने हैं। मतलब 2-4 मकाने तो टोटल डैमेज है। 2-4 मतलब टोटल में डैमेज है वो, जो न थाने के मतलब इर्द गिर्द। लेकिन बाकी मकानों को खिड़कियां, मतलब किसी का दीवार भी क्रैक हुआ है। बाकी अब वो मसला भी नहीं है। मसला ये हमारा ये जो टेलर मास्टर था, इसके थोड़ा बहुत अगर बच्चों को कुछ हो जाता, गवर्नमेंट एम्प्लॉय लग जाते, तो इनका भी मतलब अपना घर चलता। क्योंकि ये बहुत छोटे। ये रिक्वेस्ट है गवर्नमेंट से। ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഈ നൌഗാം പോലീസ് സ്റ്റേഷന് പരിസരത്തെ ഏതാണ്ട് 60-ലധികം വീടുകൾക്ക് കേടുപറ്റിയെന്നാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് താമസിക്കുന്നവർ പറയുന്നത്. അപ്പോൾ ആ വീടുകൾ പുനർനിർമ്മിക്കാനും അവർക്കുള്ള നഷ്ടം പരിഹരിക്കാനും ഒക്കെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകണം എന്ന അഭ്യർത്ഥനയാണ് ഇവരൊക്കെ തന്നെ പറയുന്നത്. നൌഗാമിൽ നിന്നും ക്യാമറമാൻ നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം PR സുനിൽ, ഇൻ റിപ്പോർട്ടർ.